തീ കുറച്ച് വെച്ചിട്ട് നല്ല ചുവന്നുള്ളി എത്രയും ചേർക്കാമോ അത്രയും ടേസ്റ്റ് കൂടുതലാണ്. 3-4 പച്ചമുളക്, നീളത്തിലരിഞ്ഞ ഇഞ്ചി, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ കൂടെ ഞാനൊരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുന്നു. കുരുമുളക് പൊടി, ഞാനിങ്ങനെ കൊഞ്ചിനെ ഇങ്ങനെ പാനിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. കൊഞ്ചങ്ങനെ നിന്ന് അതിൻ്റെ നീരൊക്കെ ഇറങ്ങി അതൊന്ന് വറ്റി ഫ്രൈ ആയി വരും. അപ്പോഴത്തേക്ക് നമ്മുടെ റോസ്റ്റ്, മസാല റോസ്റ്റ് അങ്ങനെ അവിടെയും നിന്ന് റോസ്റ്റാവും. ഓക്കെ ഗൈസ്, നമ്മുടെ കൊഞ്ചങ്ങനെ ഫ്രൈ ആയി തുടങ്ങുകയാണ്. ഇതിൻ്റെ നീരൊക്കെ നല്ലതുപോലെ വറ്റണം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് മറിച്ചിട്ട് കൊഞ്ചിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഒഴുകി വന്നെത്തുന്ന കാറ്റിൻ്റെ മസാലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് ഒഴുകി വന്നെത്തുന്ന കാറ്റിൻ്റെ ചുണ്ടുകൾ മധുരത്തിൽ കൊടുത്തിട്ട് തേങ്ങാപ്പാൽ കിടന്ന് ഇതൊന്ന് വറ്റി വരണം. ഇതിനോടൊപ്പം ഒരു ലേശം അതിൻ്റെ കൊടുക്കുക. അല്പം പിന്നെ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ടേ ഗൈസ്. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇവനെ ഒന്ന് നമുക്ക് എന്തിൻ്റെ കൂടെയും നമുക്ക് ഈ ഡിഷ് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുത്ത കൊഞ്ച് റോസ്റ്റ് റെഡി. ട്രൈ ചെയ്ത് നോക്കുകയല്ലേ ഗൈസ്. അങ്ങനെ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന കൊഞ്ച് റോസ്റ്റ്, തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുത്ത കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡിയായിരിക്കുകയാണ്.